ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ ഈ ഒരു ഓട്ടോപ്രൈം ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് ചെയ്ത ഒരു റിവ്യൂ നമ്മുടെ ഹ്യുണ്ടായി വെർണയുടെ ആയിരുന്നു. അതായത് 5th ജനറേഷൻ ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഹ്യുണ്ടായി വെർണയുടെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ 2023 ഇറങ്ങിയ 6th ജനറേഷൻ ആയിട്ടുള്ള BN7 എന്നുള്ള മോഡലിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അതായത് നമുക്ക് വെർണയെ കുറിച്ച് അറിയാം. ആക്സെൻ്റ് എന്നുള്ള ഒരു പേരിലായിരുന്നു നമുക്ക് ഹ്യുണ്ടായി വെർണ ആദ്യം ഉണ്ടായിരുന്നത്. 2000 റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. 1994, അതായത് 1994 തൊട്ട് 30 വർഷമായിട്ട് ഇന്ത്യൻ നിരത്തിലുള്ള ഒരു സെഡാൻ വാഹനമാണ് നമ്മുടെ ഈ ഒരു ഹ്യുണ്ടായി വെർണ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓട്ടോ പ്രൈമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹ്യുണ്ടായി വെർണയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് പോകുന്നതിന് മുമ്പ്. അതായത് നമുക്കിപ്പോൾ 6th ജനറേഷൻ ആണ്. 2 എഞ്ചിൻ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു വാഹനം. ഒരു 1.5 ലിറ്റർ ടർബോ ചാർജർ പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട്, ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട്. 3 ഗിയർ ഓപ്ഷൻസ് ആണുള്ളത്. 6 സ്പീഡ് മാനുവൽ വരുന്നുണ്ട്, പിന്നെ IVTയും വരുന്നുണ്ട്, 7 സ്പീഡ് DCTയും വരുന്നുണ്ട്. ഇനി നമുക്ക് 9ഓളം കളറിലും നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ആ ഒരു വെർണയുടെ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത് ഇത് നമുക്ക് ഇവിടെ ഒരുപാട് ലെൻസും കാറ്റ് ലെൻസും കാര്യങ്ങളെല്ലാം കാണാം. ഞാനിവിടെ ഒരു ഹ്യുണ്ടായുടെ ഒരു 3D ലോഗോ നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ നമ്മളെല്ലാ വാഹനത്തിലും കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ ഒരു DRL. അതൊരു വലിയ DRLാണ്. ആക്ച്വലി ഇവിടെ നിന്നാണ് തുടങ്ങിയിട്ട് ഇവിടെ കണക്ഷൻ വേറെ പോയി, പിന്നെ ഇവിടെ നിന്ന് വേറെ, ഇവിടെ എൻഡിങ്, ഇവിടെ വേറെ, അങ്ങനെ 3 പാർട്ടായിട്ടാണ് ഒരു DRL കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു LED ഹെഡ്ലാമ്പ്സ് ആണ് ഇപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ വരുന്നത്. അത് പിന്നെ ബേസ് പേജിൽ നമുക്കത് ഹാലജനാണ് വരുന്നത്. പിന്നെ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഫോഗ് ലാമ്പ്സും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. കാരണം ഈ ഒരു കുറച്ച് താഴ്ന്ന ലെവലിലായതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ ഈ DRL കൂടി വന്നവിടെ ഫോഗ് ലാമ്പ് ഒഴിവായി പോയിട്ടുണ്ട്. ഞാനിവിടെ ചെറിയൊരു വെൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഫേക്ക് അല്ല, റിയൽ തന്നെയാണ്. കാരണം എയർ ഫ്ലോ കാര്യങ്ങളൊക്കെ നമ്മുടെ ടയറിലേക്ക് എത്താനൊരു സഹായിക്കേണ്ടത്. സെൻസേഴ്സും കാര്യങ്ങളാണ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്രില്ല് നോക്കുകയാണെങ്കിൽ ഒരു പാരാമെട്രിക് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു ചെറിയൊരു ഗ്ലോസി ചെറിയൊരു ബ്ലാക്ക് ക്രോമിലാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു പ്ലാസ്റ്റിക് എലംസും കാര്യങ്ങളുണ്ട്, സ്കിഡ് പ്ലേറ്റ്സും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ഈ ഒരു കുറച്ചൊരു മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന പോലെയാണ് ഈ ഒരു പാർട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വ്യൂ. നമുക്ക് ഈ വാഹനത്തെ കുറിച്ചുള്ള സെൻസേഴ്സും കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി റിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 16 ഇഞ്ച് വീലാണ് കൊടുത്തിട്ടുള്ളത്. 205, 55, 60 ഇഞ്ച് വരെയാണ്. ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ടർബോ പെട്രോൾ നമുക്കത് ഈ ഒരു ബ്രേക്ക് കാലിപ്പേഴ്സൊക്കെ ഒരു റെഡ് വിത്ത് ബ്ലാക്ക് കളറിലാണ് നമുക്ക് കോമ്പിനേഷനിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ മക്ഫെർസൺ സ്റ്റഡ് വിത്ത് കോയിൽ സ്പ്രിങ് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. ബോഡി കളർഡ് ORVM കാണാം. അതിൽ ചെറിയൊരു ഇൻഡിക്കേറ്റേഴ്സും ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പാർട്ട് നമുക്ക് കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഗ്രില്ല് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കതൊരു കളർ മാറി ചെറിയൊരു ക്രോമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഡോർ ഹാൻഡിൽസ് ആണെങ്കിലും ഒരു ക്രോം ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് ഒരുപാട് ക്യാരക്ടർ ലൈൻസും ബെൽ ലൈനും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ആൻഡ് ഇവിടെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും, ആ ഇവിടെ ലൈൻസ് കാര്യങ്ങളൊക്കെ മാറി പോകുന്നത് കാണുന്നുണ്ടാവും. ആൻഡ് ഇവിടെയും ചെറിയൊരു 3D എഫക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു 3D എഫക്റ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് പ്ലസ് അതുപോലെ തന്നെ ഒരു ചെറിയ ക്രോം ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതാണ് നമ്മുടെ ഒരു ഫ്യൂൽ ഗേജ് വരുന്നത്. ആക്ച്വലി ഇത് 42 ലിറ്റേഴ്സാണ് ഈ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇനി റിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 205, 55, 18 ഇഞ്ച് വീൽസ് തന്നെയാണ് ഉള്ളത്. കപ്പിൾഡ് ടോർഷൻ BMAXലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് സൈഡിൽ നിന്നുള്ള ആ ഒരു വ്യൂ. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഷാർപ്പിൻ ആൻറ്റിന വരുന്നുണ്ട്. അതും ഒരു ഫുൾ ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ഇവിടെ നമുക്ക് ഡീഫോക്കൽ ലൈൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണുന്നുണ്ട്. പിന്നെ റിയറിലും നല്ല അട്രാക്റ്റീവായിട്ട് തന്നെയാണ് റിയറും കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഫ്രണ്ട് കണ്ടതുപോലെയുള്ള ആ ഒരു എലമെൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ DRL കംപ്ലീറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഹ്യുണ്ടായുടെ ആ 3D ലോഗോ കൊടുത്തിട്ടുണ്ട്. താഴെ വെർണ എന്നുള്ളത് ഒരു ചെറിയ ഗ്ലാസ് എലമെൻറ്റിൻ്റെ ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെയും ഒരുപാട് എലമെൻറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ചെറിയ എലമെൻറ്റ്സ് നിങ്ങൾ കാണുന്നുണ്ടാവും കേട്ടോ. ഇങ്ങനെ കുറച്ച് എലമെൻറ്റ്സ് ഇവിടെ ഒരു 4 എണ്ണം, ഇവിടെ ഒരു 5 എണ്ണമായിട്ടൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെയും ചെറിയ ഡിസൈൻ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ LED കൊടുത്തിട്ടുണ്ട്. ആൻഡ് റിവേഴ്സ് ലൈറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. ഇത് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല തെളിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്.
ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ SX നമ്മുടെ വേരിയൻറ്റിൻ്റെ ആ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഇനി താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരുപാട് ഒരു 3 റെഡ് പിന്നെ 3 ബ്ലാക്ക് എലമെൻ്റൊക്കെ ഒരു ഡിസൈൻ ട്രീറ്റ്മെൻ്റ് ആയി കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഡിസൈൻ 3D എലമെൻറ്റ്സ് പോലെ ഒരു ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ എക്സോസ്റ്റ് പൈപ്പ് കൊടുത്തിട്ടുള്ളത്. ഇനി ബൂട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സ്പേസുള്ള ഒരു വാഹനമാണിത്. 528 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബൂട്ട് സ്പേസ് കപ്പാസിറ്റി വരുന്നത്. ആൻഡ് സ്പെയർ ആയിട്ട് വരുന്നത് നമുക്ക് 15 ഇഞ്ച് വീലാണ്. 185/65 15 ഇഞ്ച് വീലാണ് നമുക്ക് സ്പെയർ ആയിട്ട് വരുന്നത്. ആൻഡ് ലുക്ക് വൈസിലും പറഞ്ഞ ആകെ മാറിയിട്ടുണ്ട്. കുറച്ച് ഹൈറ്റും കൂടിയിട്ടുണ്ട്. അത് മറ്റൊരു കാര്യമാണ്. നമ്മുടെ മുമ്പുണ്ടായിരുന്നേക്കാട്ടിലും കുറച്ച് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. സി ഈ ഒരു ഡിസൈൻ ഒരു കൂപ്പെ നമ്മുടെ ഓടി AS7 കണ്ട പോലെയുള്ള അതേ ഒരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഇവിടെ കാണിക്കുന്നത്. ഇനി നമ്മൾ ഈ വാഹനത്തിൻ്റെ ഒരു ഡൈമെൻഷൻസിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത്ത് വരുന്നത് 4535 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ വീൽ ബേസ് 2670 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത്. നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ അത് കാണാം. ഇനി ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1475 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റും വരുന്നത്. ഇനി വെടുത്ത് നോക്കുകയാണെങ്കിൽ 1765 mm ഈ വാഹനത്തിൻ്റെ വെടുത്തും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 45 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയും വരുന്നത്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഒരു എക്സ്റ്റീരിയർ ലുക്കിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. കാരണം എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. നമ്മുടെ ഈ കാണുന്ന ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ടോട്ടലി നമ്മുടെ വരുന്ന തന്നെ ഒരു പുതിയ ലുക്കിലാണ് നമുക്ക് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കെന്തായാലും ഇൻറ്റീരിയറിൽ നിന്ന് കയറി നോക്കാം. സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതിന് ചെറിയൊരു സോഫ്റ്റ് ഫിനിഷാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഇവിടെ കിട്ടുന്നത്. ചെറിയൊരു ബ്ലാക്ക് ആൻഡ് ബീജിലാണ്. അത് ഞാൻ കൂടുതൽ പറയാം. കാരണം ഈ ഒരു വാഹനം നമുക്ക് SX ആയതുകൊണ്ട് സാധാ നോർമൽ പെട്രോൾ 1.5 ലിറ്റർ പെട്രോൾ ആയതുകൊണ്ട് നമുക്ക് കളർ റെഫറൻസ് വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ബീച്ച് ടോണിലാണ് നമുക്ക് ഈ ഒരു വാഹനം വരുന്നത്. ഇനി ഇതിൻ്റെ ടർബോ പെട്രോൾ നമുക്ക് ഫുൾ ബ്ലാക്കാണ് ഇൻറ്റീരിയേഴ്സ് വരുന്നത്. ഇനി ഇവിടെ ചെറിയൊരു വൈറ്റ് എലമെൻറ്റ് നമുക്ക് കാണാം. ചെറിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. വിൻഡോ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്പീക്കേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഉള്ളിൽ കയറി ഇരുന്നാൽ മറ്റ് നല്ലൊരു ലെഗ് സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ തീർച്ചയായും ലഭിക്കുന്നുണ്ട്. നല്ലൊരു തൈ സപ്പോർട്ടും ഉണ്ട്. AC വെൻസ് ഇവിടെ കാര്യങ്ങളുണ്ട്. 2 Type-C കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പോക്കറ്റ് സ്റ്റോറേജ് അവിടെയും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ചെറിയൊരു പോക്കറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആക്ച്വലി ഇത് ഓപ്പൺ ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സോട് കൂടിയ ഹാംബ്രസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. 2 നല്ല കുഷ്യൻസോട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാസിട്ട് ചെറിയൊരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ്സ് ഉണ്ട്. നമ്മുടെ ഗ്രാബ് ഹാൻഡിലെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് കളർ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു 5 പേരിൽ നമുക്കിവിടെ ഹെഡ് റൂം നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത്. അതാണെങ്കിൽ നല്ലൊരു വിസിബിലിറ്റി തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് അവൈലബിൾ ആണ്. നല്ലൊരു വിസിബിലിറ്റി പുറത്ത് കിട്ടുന്നുണ്ട്. ഇനി ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ഫ്രണ്ടിലെ ആ ഒരു വ്യൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ നിന്ന് പോയി കാണാം. ഇനി ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ചെറിയ നമുക്കൊരു വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് ഹോൾഡേഴ്സ് ചെറിയ സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സ്പീക്കേഴ്സും കാര്യങ്ങളെല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ ഇത് വിൻഡോ ലോക്ക് ചെയ്യാനുള്ളതാണ്. വിൻഡോയുടെ കൺട്രോൾ ഉണ്ട്. പിന്നെ ഡോർ അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനുള്ളതുണ്ട്. ആൻഡ് മിറർ കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു ക്രോം കളറിലാണ് നമുക്ക് ഡോർ ഹാൻഡിൽസെല്ലാം കൊടുത്തിട്ടുള്ളത്. ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്കിവിടെ കാണാം. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ്സും കാര്യങ്ങളൊന്നുമല്ല. എന്തായാലും നമുക്ക് ഈ വാഹനം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റിൻ്റെ വാണിയും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഭാഗത്താണ് നമുക്ക് നമ്മുടെ AC വെൻസും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനുള്ളത് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ കാണുന്നുണ്ടാവും. നല്ല തണുപ്പ് നല്ല കൂളിംഗ് വരുന്നുണ്ട്. അതിന് ഇവിടെ 2 പാട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒന്ന് കാണാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 8 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ അവൈലബിൾ ആണ്. ഫോൺ കണക്ട് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതൊരു സിംഗിൾ പാനലാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു TFT ഡിസ്പ്ലേയോട് കൂടിയ ചെറിയൊരു 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് നമ്മുടെ RPM ഗേജ്, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്പീഡ് ലിമിറ്റ് എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. എൻജിൻ ഹീറ്റിൻ്റെ, പിന്നെ ഫ്യൂവൽ എഫിഷ്യൻസി കാര്യങ്ങൾ, ടയർ പ്രഷർ അങ്ങനെ എല്ലാ വാഹനങ്ങളും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ എല്ലാ കാര്യങ്ങളും നമുക്കതിൽ കാണാം. ഇനി ഇവിടെ നോക്കുകയാണ് ഹസാർഡ് സെൻറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ പാസഞ്ചർ എയർ ബാഗ്സിൻ്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ
AC കൺട്രോളിങ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെയാണുള്ളത്. NC നമുക്ക് ഇതിവിടെ കണ്ടോ, നമുക്ക് എല്ലാ കാര്യവും നമുക്കിതിൽ കൺട്രോൾ ചെയ്യാം. ഇത് നമ്മുടെ മെനു, നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെതാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഇനി ഇവിടെ നോക്കാം, നമ്മുടെ AC കൺട്രോളിങ്ങിൻ്റെ കാര്യങ്ങൾ നമുക്കെല്ലാം എല്ലാം നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിനിവിടെ ഓട്ടോയിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഫ്രണ്ടിൽ നമ്മുടെ റിയറിൽ ഡിഫോഗറിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫയൽ എല്ലാം ടച്ചാണ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. മീഡിയ സെറ്റപ്പ് എല്ലാ കാര്യം നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനിയിവിടെ നോക്കുകയാണെങ്കിൽ ഇത് നമുക്കൊരു ഇവിടെ ഡെമ്മിയാണ്, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിവിടെ സീറ്റ് വെന്റിലേഷൻ നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് ടോപ്പ് വേരിയൻറ്റിൽ. അതായത് സീറ്റ് വെന്റിലേഷൻ, അതായത് ഹീറ്റിങ്ങും കൂളിങ്ങും നമുക്ക് അവിടെ ഉണ്ട്. ഇതിലൂടെ നോക്കുകയാണെങ്കിൽ ഒരു Type C ചാർജർ വരുന്നുണ്ട്, 12 വോട്ടിൻ്റെ സോക്കറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു സാധാരണ നോർമൽ USB-യും കൊടുത്തിട്ടുണ്ട്, ചെറിയ ഒരു വയർലെസ് ചാർജിങ്ങിൻ്റെ അതും കൊടുത്തിട്ടുണ്ട്. അത് പാർക്കിങ്ങിൻ്റെയാണ് സെൻസേഴ്സ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റിവേഴ്സ് ക്യാമറ നമുക്കിവിടെ സിസ്റ്റം, ഒരു ഗൈഡ് ലൈൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ നോബ് വരുന്നത്. നമുക്ക് 6 സ്പീഡ് ഗിയർ ബോക്സാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. ഇവിടെ ചെറിയ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, ഒരു ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, നല്ല ഡീപ്പായിട്ടുള്ള ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കതിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ, ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വന്നുള്ളത്. മീഡിയ കൺട്രോൾ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ മറ്റു കാര്യങ്ങൾ മോഡ്, പിന്നെ വോയിസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ഇവിടെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ വൈപ്പേഴ്സ് ഫ്രണ്ടിലെ വൈപ്പേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ കൺട്രോളിങ് അവിടെയാണ്. അതിന് ഹെഡ്ലൈറ്റ്സിൻ്റെ കൺട്രോൾ ഇവിടെയാണുള്ളത്. ഇവിടെ ESB, പിന്നെ ഓട്ടോ ഹോൾഡിൻ്റെ കാര്യങ്ങളുണ്ട്, പിന്നെ ലൈറ്റ്സിൻ്റെ കൺട്രോളിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ആ ഒരു ബട്ടണും വരുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വ്യൂ. നമ്മുടെ ഇത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ്സ് ഇല്ല. ഇവിടെയും ചെറിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ചെറിയ സൺറൂഫ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. വോയിസ് കമാൻഡ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഓക്കെ. Suggestion for the system is only applicable via Android Auto, Google or Apple CarPlay. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് ഫോണിൽ കണക്ട് ചെയ്താൽ നമുക്കത് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ബേ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു എൻജിൻ ബേ കാണിക്കാനുള്ളത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാനുണ്ടെങ്കിൽ നമുക്ക് 2 എൻജിൻ ഓപ്ഷൻസിലാണ് നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ള. ഒരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്, അത് 113 HP-യും അതുപോലെ തന്നെ 144 Nm ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനിയൊരു ടർബോ പെട്രോൾ എൻജിൻ വരുന്നുണ്ട്, അത് വരുന്നതാണെങ്കിൽ 158 ഹോഴ്സ് പവറും 253 Nm ടോർക്കാണുള്ളത്. അത് 1.5 ലിറ്റർ പെട്രോളും വരുന്നുണ്ട്, 1.5 ലിറ്റർ ടർബോ പെട്രോളും വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലെവൽ 2 ADAS ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ റിയർ ആൻഡ് ഫ്രണ്ട് പാർക്കിംഗ് അസിസ്റ്റൻസ് വരുന്നുണ്ട്. പിന്നെ ടോപ്പ് വേണം നമുക്ക് ലൈൻ കീപ്പ് അസിസ്റ്റ് വരുന്നുണ്ട്, ലൈൻ ഡിപ്പാർച്ചർ അസിസ്റ്റ് ഉണ്ട്, സേഫ് അസിസ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക്, പിന്നെ ഓട്ടോ ഹിൽ ഹോൾഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫീച്ചർ ഓറിയൻറ്റഡ് ആണ്. ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനുള്ള അനുമതിയില്ല, കാരണം ഇതിന് TP കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മളൊരു ഷോറൂമിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വാഹനം തന്നത് നമ്മുടെ പോപ്പുലർ ഹ്യുണ്ടായി എന്നാണ്, നമ്മളെ തുറക്കമുള്ള പോപ്പുലർ ഹ്യുണ്ടായി ആണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഓട്ടോ പ്രൈമിൻ്റെ ചാനലിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വള്ളി ബുക്ക് ചെയ്യാനൊക്കെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മളെ ചാനലിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വന്നത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഹനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അഷ്യൂർഡ് ഗിഫ്റ്റ്സ് തീർച്ചയായിട്ടും തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു വാഹനത്തിൻ്റെ നമുക്കൊരു പ്രൈസ് വരാമെന്നുണ്ടെങ്കിൽ 13 ലക്ഷം തൊട്ട് ഒരു 22 ലക്ഷം വരെയാണ്. 22,85,000 ആ ലെവലാണ് നമുക്ക് ബേസ് തൊട്ട് ടോപ്പ് വരെ നമുക്ക് വരുന്ന കാര്യങ്ങൾ. അപ്പം മറ്റൊരു വീഡിയോ തീർച്ചയായിട്ടും വരുന്നതാണ്. സോ അണ്ടിൽ വി മീറ്റ് അഗൈൻ, ബൈ ബൈ.